ഡൽഹിയിലുണ്ടായിരുന്ന കാലത്ത് ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന കാലത്ത് നിരീക്ഷിച്ചു. അപ്പൊ ആ ഒരു സ്കൂളാണ്, അതായത് ഗൗരവതരമായിട്ട് മാധ്യമ പ്രവർത്തനത്തെ കാണുന്ന ഒരു ശിക്ഷ. ഏതായാലും ഈ ട്രസ്റ്റ്, അല്പം സ്മാരക ട്രസ്റ്റ് ഗൗരവമായി മാധ്യമ പ്രവർത്തനത്തെ കൈകാര്യം ചെയ്യുന്നതാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. നികേഷ് പിന്നീട് ഇന്ത്യ വിഷന്റെ സാരഥിയെ അതിൻ്റെ ക്യാപ്റ്റനായി തുടർന്നു. ഇന്ത്യ വിഷൻ ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് ഞാൻ വിശദമായി പറയുന്നില്ല, ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഒരു തമാശ ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പോൾ നികേഷ് ഇന്ത്യ വിഷനിലേക്ക് പോയി പോയി. അപ്പോൾ നികേഷ് അവർ പോകുന്നതിന് തന്നെ എന്നോട് തോന്നണം വരുന്നില്ല. അതിന് അന്നത്തെ എഡിറ്ററൊക്കെ എന്തായി അതല്ല വേറെ ഉണ്ടല്ലോ CEO പോലുള്ള പരിപാടികൾ പറയാം. ഇപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് ഞാനൊക്കെ വരുമ്പോൾ അത് വിട്ടിത്തരായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് അത് ആരും ഇതിനെ അപ്ലൈ ചെയ്തിട്ടില്ല. വളരെ കുറച്ച് പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അന്ന് റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. എൻ്റെ ധൈര്യം പോയി. അതുകൊണ്ട് നീ പോയി വിജയിക്കുക എന്ന് ഞാൻ പറഞ്ഞു നികേഷ്. അപ്പോൾ ആ ഒരു ധൈര്യം ഒരു മാധ്യമ പ്രവർത്തനം അത് ഒരു സ്ഥാപനം കൊടുക്കുന്നതിൽ മാത്രമല്ല ധൈര്യം, ആ സ്ഥാപനം കൊടുക്കുന്ന ഉള്ളടക്കത്തിലാണ് ധൈര്യം എന്ന് പറയുന്നത്. ആ രണ്ട് ധൈര്യവും കാണിക്കുകയും അതിൻ്റെ നിലവാരം, മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിലവാരത്തെ ഒരു പടി കൂടി നമ്മുടെ ഈ കേരള നാട്ടിൽ ഉയർത്താൻ സംഭാവനകൾ നൽകുകയും ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് നികേഷ്. നികേഷ് പിന്നെയും ഈ പറയുന്ന ധൈര്യം അവസാനിപ്പിച്ചില്ല. അദ്ദേഹം സ്വന്തമായി ഒരു ചാനൽ തുടങ്ങി. ഫോട്ടോ ചാനൽ അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഇവരെ സമ്മതിക്കണം, എനിക്ക് ഈ ഒരു മൂർച്ചവും ധൈര്യവും ഇങ്ങനെ നിലനിർത്താനും. ആ ചാനൽ എന്നറിയാം ഒരു വിഭവശേഷിയും ഇല്ലാതിരുന്ന കാലത്ത് പോലും നികേഷും ചേരാൻ കുട്ടിയോ മാത്രമായി പോലും പ്രവർത്തിക്കേണ്ടി വന്ന കാലത്തും ആ ചാനലിലൂടെ നമ്മൾ കിടിലൻ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്കുമ്പോൾ നികേഷ് അടിപൊളി ഒരു ഗൗരവമുള്ള, ഞാൻ ഗൗരവമുള്ള എന്ന വാക്ക് വീണ്ടും വീണ്ടും പറയുന്നത് മാധ്യമ പ്രവർത്തനം ഗൗരവമുള്ള ഒരു ഏർപ്പാടല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ നമുക്ക് മുമ്പിലുണ്ട്. നമ്മുടെ ചാനലുകളിൽ കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയയിൽ കാണുന്നുണ്ട്. ആ കൂട്ടത്തോട് ഒപ്പം നിൽക്കുന്ന ആളല്ല. ആ കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന്റെ പ്രശ്നങ്ങളെ, സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ അത് കാര്യകാരണ സഹിതവും യുക്തിസഹമായും അവതരിപ്പിക്കുന്നതാണ്